നീതി കിട്ടേണ്ടത് നരാധമനോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ ഡീൻ കുര്യാക്കോസ്, ജസ്റ്റിസ് എബ്രഹാം മാത്യു നാളെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ കേൾക്കുകയും വിധി പറയുകയും ചെയ്യണോ? അതായത് ഈ കേസിൽ ഇപ്പോൾ ജിഷ്ണുവിൻ്റെ കുടുംബം അവസാനം കൊടുത്തിട്ടുള്ള പരാതി എന്ന് പറയുന്നത് മുൻപ് ഈ കോളേജ് മാനേജ്മെൻറ്റും പ്രസ്തുത ജഡ്ജിയും തമ്മിലുള്ള ഒരു ബന്ധം അതിനെ സാധൂകരിക്കുന്ന വിധത്തിലാണ് നമുക്ക് ബോധ്യമാകുന്നത്. സ്വാഭാവികമായും അവരുടെ എല്ലാ സംശയങ്ങളും ന്യായമാണ് എന്ന് വിശ്വസിക്കാനാണ് വ്യക്തിപരമായി എനിക്കിഷ്ടം. കാരണം പക്ഷേ അതിനപ്പുറത്താണ് ജുഡീഷ്യറിയുടെ കാര്യങ്ങൾ. ഏതായാലും ഇവിടെ വന്നിട്ടുള്ള ആ കാര്യങ്ങൾ സത്യമാണ് എങ്കിൽ ആ ജഡ്ജി ഇത്രയും പ്രമാദമായ ഒരു കേസിൽ ആ കേസ് അറ്റൻഡ് ചെയ്യുന്നത് ഒരിക്കലും ഭൂഷണമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. അത് ഒഴിവാക്കുന്നതാണ് കൂടുതൽ ഉചിതം. ഇവിടെ ജിഷ്ണുവിൻ്റെ മരണം അതോ അവസാനം ഒരു കൊലപാതകമാണ് എന്ന് തെളിയിക്കുന്ന വിധത്തിലേക്ക് പൊതുസമൂഹത്തിൻ്റെ നിതാന്ത ജാഗ്രതയും ആ കുടുംബത്തിൻ്റെ നിശ്ചയദാർഢ്യത്തോടു കൂടിയ ഇടപെടലും മുഖേന ഏതാണ്ട് ആ വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. നശിപ്പിക്കപ്പെട്ടു പോയ തെളിവുകളെ സംബന്ധിച്ചും അന്വേഷണത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള അപാകതകളെ സംബന്ധിച്ചുമെല്ലാം അത് പരിഹരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോയി. ഇത് അവസാനം ഒരു കൊലപാതകമാണ് എന്ന തരത്തിലേക്ക് അവരുടെ ആരോപണം ശരിവെക്കുന്ന തരത്തിൽ ആണ് ഇപ്പോൾ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അതിനൊക്കെ ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നു. ഏതായാലും അതിനിടയിൽ വന്നിട്ടുള്ള ഈ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അത് അങ്ങേയറ്റം ഒരു ആശങ്കയോടുകൂടി തന്നെയാണ് വ്യക്തിപരമായി നോക്കിക്കാണുന്നത്. ശ്രീ എ റഹീം, ഇവിടെ ഈ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് ഇപ്പോൾ മഹിജ ഒരു പരാതി കത്ത് അയച്ചിരിക്കുകയാണ്. അതൊരിക്കലും ആദ്യഘട്ടത്തിൽ ഈ കൃഷ്ണദാസിന് മുൻകൂർ ജാമ്യം കിട്ടിയ സംഭവത്തെ പരാമർശിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോഴത്തെ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യം കേൾക്കുമ്പോൾ കോടതി നടത്തിയ നിരീക്ഷണങ്ങളെപ്പറ്റി ഒന്നുമല്ല മഹിജ ഇപ്പോൾ ഇടപെട്ടൊരു പരാതി ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ മുൻകൂർ ജാമ്യം ഈ പറയുന്ന കൃഷ്ണദാസിന് കൊടുത്തത് ജസ്റ്റിസ് എബ്രഹാം മാത്യു ആണ്. അതിനോട് അവർക്ക് വിയോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും തുടർ നിയമ നടപടികളിലേക്കാണ് അവർ പോയത്. സുപ്രീം കോടതിയിലേക്ക് പോകണമെന്നാണ് അവർ സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. സർക്കാർ അത് നിർവഹിക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ആ നീതിപീഠത്തോട് തന്നെ അവിശ്വാസമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയല്ലെങ്കിൽ ആ നീതിപീഠത്തോട് വിശ്വാസം വീണ്ടെടുക്കാൻ എന്നെ സഹായിക്കണേ എന്ന് ചീഫ് ജസ്റ്റിസിനോട് അവർ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഇത് ഈ നീതിപീഠം എങ്ങനെ നോക്കിക്കാണേണ്ടതാണെന്നാണ് റഹീമിന് തോന്നുന്നത്? ശ്രീ വേണു ഇവിടെ ഉയർത്തിയ ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലെല്ലാം തന്നെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കലർപ്പില്ലാതെ വിശ്വസിക്കാനാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടം. പക്ഷേ ചില സന്ദർഭങ്ങളെല്ലാം അതിൻ്റെ മേൽ ചില കളങ്കങ്ങൾ, ചില ആരോപണങ്ങൾ, ചില സംശയങ്ങളെല്ലാം വരും. സംശയത്തിൻ്റെ നിഴലിൽ നിന്ന് ജുഡീഷ്യറി മാറി നിൽക്കുക എന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. അതൊരു സ്വാഭാവിക നീതിയുടെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. സ്വാഭാവിക നീതിയിൽ അധിഷ്ഠിതമാണ് നമ്മുടെ നിയമ സംവിധാനങ്ങളെല്ലാം. ന്യൂമോ ജുഡക്സ് ഇൻ കോസ സുവ എന്നൊരു ഫ്രേസ് തന്നെയുണ്ട്, അതൊരു പ്രയോഗം തന്നെ നിയമത്തിലുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ നോൺ ഷാൾ ബി മെയ്ഡ് ദി ജഡ്ജ് ഇൻ ഹിസ് ഓൺ കേസ് എന്നാണ് നിയമം പറയുന്നത്. ഇവിടെ കൃത്യമായി അത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പ്രാഥമികമായി ആരോപണം ഉയർന്നിരിക്കുന്നു. അതിൻ്റെ നിജസ്ഥിതിയും വസ്തുതകളും എനിക്കറിയില്ല. പക്ഷേ ഇന്ന് രാവിലെ മുതൽ ഒരു ഓൺലൈൻ മീഡിയ പുറത്തുവിട്ട വാർത്തകൾ, ദൃശ്യങ്ങൾ ചില സംശയങ്ങൾ ഉണർത്തുന്നു. അങ്ങനെയൊരു ബന്ധം ഒരു ബെഞ്ചിനുണ്ട് എങ്കിൽ ശ്രീ വേണു നേരത്തെ സൂചിപ്പിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരു നിമിഷത്തിനെങ്കിൽ ഒരു നിമിഷത്തിന് മുൻപ് അതൊഴിയുക തന്നെ വേണം. ശ്രീ രഞ്ജിത്ത് മാരാർ എന്ന മുതിർന്ന അഭിഭാഷകൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഓരോ ദിവസവും കോടതികളിൽ കേസുകൾ വരുമ്പോൾ എത്രയോ ബെഞ്ചുകളാണ് പ്രധാനപ്പെട്ടതും അല്ലാത്തതുമായ കേസുകളിൽ സ്വയം മാറി നിൽക്കുന്നത്. ഇവിടെ അത് ഉണ്ടാകേണ്ടതാണ്. പിന്നെ മഹിജ പരാതി കൊടുത്തതുമായി ബന്ധപ്പെട്ട് ശ്രീ വേണു സൂചിപ്പിച്ചു. ജിഷ്ണുവിൻ്റെ കേസിലാകട്ടെ ഇപ്പോഴത്തെ കേസിലാകട്ടെ കോടതിയുടെ ഇടപെടലിൽ സ്വാഭാവികമായ സംശയം ജനിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും സംശയങ്ങൾ ആരോപിക്കാൻ കഴിയും വിധമാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. അത് സംബന്ധിച്ച് ശ്രീ രഞ്ജിത്ത് മാരാർ കൂടി പറഞ്ഞു കഴിയുമ്പോൾ നമുക്കതിൻ്റെ ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. വി വി രാജേഷ്, ഇന്നിപ്പോൾ ഈ ബാബറി മസ്ജിദ് രാമജന്മഭൂമി വിഷയം സുപ്രീം കോടതി പരിഗണിച്ചപ്പോൾ ചീഫ് ജസ്റ്റിസ് തന്നെ പറയുകയാണ്,
ഇത് കോടതിക്ക് പുറത്ത് വെച്ച് പരിഹരിക്കാൻ ആലോചിക്കണം. അതിന് സുപ്രീം കോടതിയുടെ ജഡ്ജിമാർ വേണമെങ്കിൽ നിയോഗിക്കാം. ഇനി ഞാൻ സ്വയമേവ വരാനും തയ്യാറാണ്. പക്ഷേ ഒറ്റ കാര്യം, അങ്ങനെ മധ്യസ്ഥ ശ്രമത്തിന് ഇറങ്ങിയാൽ പിന്നെ ആ ന്യായാധിപൻ ആ കേസ് പിന്നീട് കേൾക്കരുത്. അപ്പോൾ ഒരു മധ്യസ്ഥ ശ്രമത്തിന് പോയാൽ അതിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കുന്നു എന്നല്ല. കക്ഷികളുമായി നേരിട്ട് ആശയവിനിമയം നടത്തുകയാണ്. ആ നടത്തുന്ന ഘട്ടത്തിൽ നിയമപരമായി തന്നെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ പോലും എന്തെങ്കിലും ഒരു താല്പര്യം പിന്നീട് ഒരു കളങ്കമായി വരരുത്, ഒരു സംശയം വരരുത് എന്നതുകൊണ്ട് പിന്നെ ആ കേസ് കേൾക്കാൻ നാം ആരും മുതിരരുത് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അത്രമാത്രം നീതിന്യായ സംവിധാനത്തിൽ പൊതുസമൂഹത്തിന് വേണ്ട വിശ്വാസത്തെയാണ് വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയുന്നത് ചീഫ് ജസ്റ്റിസ്. ഇതേ വിഷയമാണ് മറ്റൊരു രൂപത്തിൽ ഇന്ന് നീതി വർദ്ധൻ പ്രസാദ്, അല്ലേ, പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, അദ്ദേഹം, ആ പേര് തെറ്റിയെങ്കിലും ക്ഷമിക്കണം, കേരളത്തിലെ ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ്, അദ്ദേഹത്തിൻ്റെ മുന്നിലും എത്തുന്നത് ഈ ഹൈക്കോടതിയുടെ വിശ്വാസ്യത ഊട്ടി ഉറപ്പിക്കുന്ന ഒരു നടപടി അദ്ദേഹം ഈ കാര്യത്തിൽ എടുക്കേണ്ടേ? ചീഫ് ജസ്റ്റിസിൻ്റെ കാര്യമാണോ? ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട സിംഗിൾ ബെഞ്ച് വേണോ? ചീഫ് ജസ്റ്റിസ് എടുക്കണം എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ താങ്കൾ ആദ്യം തന്നെ ജിഷ്ണു പ്രണോയുടെ അമ്മയുടെ വാക്കുകളായിട്ട് പരാതിയായിട്ടാണ് വേണു ചോദിച്ചതെങ്കിലും ഈ ജഡ്ജ് ഇതിൽ നിന്നും മാറി നിൽക്കണമോ എന്നുള്ളത് കേരള മനസ്സാക്ഷി ഇപ്പോൾ ഉയർത്തുന്ന ഒരു ചോദ്യമാണ്. രാജാവ് തെറ്റ് ചെയ്യില്ല, കിങ് ക്യാൻ ഡു നോ റോങ് എന്നാണ് നമ്മുടെ പ്രിസംപ്ഷൻ. നീതിപീഠം തെറ്റ് ചെയ്തില്ല എന്ന് വിശ്വസിക്കാനും അങ്ങനെ തന്നെ ആകുവാനാണ് നമുക്കൊക്കെ തന്നെ താല്പര്യം. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ചിത്രം ശരിയാണ് എന്നുണ്ടെങ്കിൽ ആ ജഡ്ജിൻ്റെ മുൻപിൽ ഈ കേസ് വന്നപ്പോൾ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം ഞാൻ ഈ സ്ഥാപനത്തിൽ പരിപാടികൾക്ക് പോയിട്ടുണ്ട്, ബന്ധപ്പെട്ടു എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസിനോട് പറഞ്ഞുകൊണ്ട് ആ കേസ് ഡയറി, ആ പെറ്റീഷൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് മറ്റൊരു ബെഞ്ചിലേക്ക് മാറ്റി കൊടുക്കണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് സംഭവിച്ചില്ല. ഇവിടെ ലെജിസ്ലേറ്ററും എക്സിക്യൂട്ടീവും പല സാഹചര്യത്തിലും കൃഷ്ണദാസിൻ്റെ കേസിൽ നമുക്ക് സംശയത്തിന് മുന്നിലാണ്. പക്ഷേ ജുഡീഷ്യറി കൂടി സംശയത്തിൻ്റെ മുന്നിലായപ്പോൾ ഇപ്പോൾ ഏറ്റവും ഇഞ്ചേർഡ് ആയിട്ടുള്ള ജിഷ്ണുവിൻ്റെ അമ്മ കൂടി പറഞ്ഞ സാഹചര്യത്തിൽ തീർച്ചയായും അത്തരത്തിലൊരു തീരുമാനം ചീഫ് ജസ്റ്റിസ് എടുക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ രഞ്ജിത്ത് മാരാർ അഡ്വക്കേറ്റ് ഉണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇദ്ദേഹത്തിൻ്റെ മുൻപിൽ, ഈ ജഡ്ജിൻ്റെ മുൻപിൽ ഒരു 438 എന്ന് വെച്ചാൽ അതിനിടയിൽ രാജേഷ് പറഞ്ഞതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. നവനീതി പ്രസാദ് സിംഗ്, കേരളത്തിൻ്റെ പുതിയ ചീഫ് ജസ്റ്റിസ്. രാജേഷ്, ഇവിടെ അങ്ങ് പറയുകയുണ്ടായി ഇപ്പോൾ, അതായത് ഈ വാർത്തകൾ വരുമ്പോൾ തന്നെ സിംഗിൾ ബെഞ്ചിലെ ജഡ്ജി പിന്മാറേണ്ടതായിരുന്നു എന്ന്. അതുണ്ടായില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം തുടർന്നും അങ്ങനെ ഉണ്ടാകില്ല എന്ന് സംശയിക്കുന്നു താങ്കൾ. അതുകൊണ്ട് ചീഫ് ജസ്റ്റിസ് ഇടപെടണമെന്നാണോ? അല്ല, അതിൽ ഒന്ന്, ഇത്രയും വാർത്തകളൊക്കെ വന്ന സാഹചര്യത്തിൽ നമ്മൾ ഇനി കാത്തിരുന്ന് കാണരുത്. അഥവാ ചെയ്തില്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളതിലേക്ക് ഞാൻ പറയുന്നു ചീഫ് ജസ്റ്റിസ് ഇടപെടണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇവിടെ പാമോലിൻ കേസിൽ ഒരു കത്ത് ചെന്നപ്പോൾ തന്നെ നമ്മുടെ സെഷൻസ് ജഡ്ജ്, നമ്മുടെ വിജിലൻസ് കോർട്ട് ജഡ്ജ് എന്താ ചെയ്തത് നമുക്കറിയാം. മറ്റൊന്ന് ഞാൻ പറയാം, ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കൃഷ്ണദാസിൻ്റെതായ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ലക്കിടി സംഭവത്തിൽ ചെന്ന മുൻകൂർ ജാമ്യാപേക്ഷ, ഇപ്പം റഹീം അഡ്വക്കേറ്റാണ്, ഡീൻ അഡ്വക്കേറ്റാണ്, ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. സാധാരണ നമ്മളൊക്കെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ചെല്ലുമ്പോഴേക്കും പോലീസ് പറയുന്നു പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്ന ആ മൊമെൻറ്റിൽ തന്നെ അത് ഇൻഫ്രക്ഷ്യസ് ആവുകയാണ്. ദാറ്റ് മീൻസ് അറസ്റ്റഡ്, ഹീസ് ഓൾസോ ഓൾറെഡി അറസ്റ്റഡ്. അതുകൊണ്ട് തന്നെ ഇനി സാധാരണ കോടതികൾ പറയാറുള്ളത്, നിങ്ങൾ ആ മജിസ്ട്രേറ്റ് കോടതിയിൽ ബെയിലിന് ട്രൈ ചെയ്യൂ, ചിലപ്പോൾ റിമൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡയറക്ഷനോട് കൂടി അതിനെ ഡിസ്മിസ് ചെയ്യാണ് പതിവ്. ഇവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ജാമ്യാപേക്ഷ അവിടെ വച്ചിട്ട് കോടതി കഴിഞ്ഞ 2 ദിവസമായി പോലീസിനെ ശക്തമായി, പോലീസിൻ്റെ ഭാഗത്ത് കാര്യമായിട്ടുള്ള മിസ്റ്റേക്ക് ഉണ്ട്, കോടതി വിമർശിച്ച് മുന്നോട്ട് പോവുകയാണ്. നമുക്ക് പറയാം 482 സെക്ഷൻ അനുസരിച്ച് ഹൈക്കോടതിക്ക് ഇൻഹറന്റ് പവേഴ്സ് ഉണ്ട്, ഹൈക്കോടതി അതൊക്കെ ചെയ്യാം. പക്ഷേ സ്വാഭാവികമായി അറസ്റ്റ് ചെയ്യുന്ന പറയുമ്പോഴേക്കും തള്ളേണ്ട ജാമ്യാപേക്ഷ വീണ്ടും വച്ചിട്ട് ശക്തമായിട്ട് ആ വാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഈ കേസിൽ ഇത്രയും വിഷ്വൽസൊക്കെ വന്ന സാഹചര്യത്തിൽ ആ ജാമ്യാപേക്ഷ, അല്ലെങ്കിൽ കൃഷ്ണദാസിൻ്റെ കേസ് ആ ബെഞ്ചിൽ തന്നെ പരിഗണിച്ചാൽ ഒരു പക്ഷേ ജുഡീഷ്യറിയുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടും. മാത്രവുമല്ല, സ്വകാര്യ പീഡന വീരന്മാരായ മാനേജ്മെൻറ്റുകൾക്ക് തെറ്റായ ഒരു സന്ദേശമായിരിക്കും ഇത് നൽകാൻ പോകുന്നത്. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, നാളെ സിംഗിൾ ബെഞ്ചിൻ്റെ ജഡ്ജ് എന്ത് ചെയ്യണം? ഞാൻ പറയുകയാണെങ്കിൽ നാളെ ഹൈക്കോടതി ചെയ്യേണ്ടത്, ഫസ്റ്റ് ഈ കേസിൽ ഗാഗ് ഓർഡേഴ്സ് പറയുകയാണ് വേണ്ടത്. എല്ലാ മീഡിയയും തൽക്കാലം ഈ കേസ് ഡിസ്കസ് ചെയ്യണം, നിർത്തുകയാണ് ആദ്യം വേണ്ടത്. നിങ്ങളെന്താ ഇവിടെ ഇരുന്ന് ചെയ്യണം? നിങ്ങൾ പേഴ്സണൽ അലിഗേഷൻസ് ആസ് അഗൻസ്റ്റ് ജഡ്ജ് ചെയ്യണം. ആരുടെ ഇൻട്രസ്റ്റാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഇന്ന് വന്ന സാഹചര്യം നിങ്ങൾ നോക്കുക. ഈ സോഷ്യൽ മീഡിയയിൽ വന്ന സാധനങ്ങളും ഓരോ ഓൺലൈൻ മാഗസിനിലാണ് ഇത് ഫസ്റ്റ് വരുന്നത്. ഓൺലൈൻ മാഗസിനിൽ വന്നിട്ട് സം ഡേ ഹി ഹാഡ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ സം ഈവൻറ്റ്. ആ ഈവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൻ്റെ മലീഷ്യസ് ഇൻറ്റൻഷൻസോട് കൂടിയാണ് ജഡ്ജി ഓർഡർ പാസ്സാക്കിയതെന്ന് പറഞ്ഞിട്ട്
ഈ ജിഷ്ണുയുടെ അമ്മ, ഐ ഡു നോട്ട് ഹാവ് എനി സിമ്പത്തി ഫോർ ഹെർ. ഷീ ഈസ് പ്ലേയിങ്, ഇവരെ ആർക്കോ വേണ്ടിയിട്ടുള്ളൊരു നാടകമാണ് കളിക്കുന്നത്. അവരുടെ പരാതി കൊടുത്തിട്ട് ഈ അവരുടെ മകനാണ് നഷ്ടപ്പെട്ടത്, ഇനി അവർ ആർക്ക് വേണ്ടി നാടകം കളിക്കണം? രഞ്ജിത്ത് മാരാർ, ഐ ഡു നോട്ട്, ഞാൻ വേണു, എനിക്ക് ഇന്നത്തെ കേസിൽ അവർക്ക് ഒരു സിമ്പതി അർഹിക്കുന്നില്ല. കാരണം ഞാൻ പറയണത് ജിഷ്ണു മരിച്ചതിൻ്റെ ഇഷ്യൂവിലല്ല, ഈ ഇഷ്യൂവിൽ അവരിപ്പോൾ എന്താ ചെയ്യുന്നത്, ആർക്കോ വേണ്ടിയിട്ടുള്ള മാനിപ്പുലേഷൻസ് ചെയ്യണം. 27th ഈ കൃഷ്ണദാസിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ക്യാൻസൽ, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ക്യാൻസൽ ചെയ്യണം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വരുമ്പോൾ സൗത്ത് ലൈവ് എന്ന് പറയുന്ന ഒരു മീഡിയയിൽ നിന്ന് തുടങ്ങുന്ന ഓൺലൈൻ മാഗസിൻ, ഇപ്പോൾ വേണുവിൻ്റെ ചാനലിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, വേറെ പത്രങ്ങൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി. ഓൺലൈൻ മാഗസിൻസ് ആർക്കും സസെപ്റ്റബിൾ അല്ല. പക്ഷേ രഞ്ജിത്ത് മാരാർ, നാം ഈ ചർച്ച നടത്തുമ്പോൾ ഒരു കാര്യം സ്ഥിരീകരിച്ചു രഞ്ജിത്ത്. കഴിഞ്ഞ ഒക്ടോബറിൽ ഇദ്ദേഹം പോയിരുന്നു ഈ നെല്ലിയാമ്പതിയിലെ പഠന ക്യാമ്പിൽ. നമ്മുടെ ഈ പരാതിക്കാരനുണ്ടല്ലോ, അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, നമ്മുടെ പരാതിക്കാരനുണ്ടല്ലോ ഈ ഷഹീദ് ഷൗക്കത്ത്, അദ്ദേഹവും അവിടെ ഉണ്ടായിരുന്നു, ആ വിദ്യാർത്ഥിയും ആ പരിപാടിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ചിത്രങ്ങളെ സംശയിക്കേണ്ടതില്ല. പിന്നെ അവിടുത്തെ പ്രിൻസിപ്പലിനെ അടക്കം പുകഴ്ത്തുകയും ചെയ്തു ജസ്റ്റിസ് എബ്രഹാം മാത്യു, അതുകൊണ്ടും തെറ്റില്ല. പക്ഷേ ഇപ്പോഴാ സാഹചര്യം മുഴുവൻ മാറിയിരിക്കുകയാണ്. ആ പ്രിൻസിപ്പൽ എന്തായിരുന്നു, ആ വിദ്യാകേന്ദ്രം എന്തായിരുന്നു, അവിടെ എന്തെങ്കിലും തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയാൽ എന്തൊക്കെ വിപത്തുകൾ ഉണ്ടാകുമായിരുന്നു, എന്തൊക്കെ വ്യക്തിപരമായി അനുഭവിക്കേണ്ടി വന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നം മുന്നിൽ വന്ന് നിൽക്കുകയാണ്. വേണു, ഞാനൊരു കാര്യം പറയാം, ഞാൻ എപ്പോഴും എല്ലാ ചർച്ചകളിലും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മൾ ജഡ്ജസ് ദേ വിൽ നോട്ട് കം ആൻഡ് റെസ്പോണ്ട് ടു യുവർ അലിഗേഷൻസ് ഫസ്റ്റ്. അവർക്ക് വന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ടിട്ട് അവരത് പറയൂല. ദേ ആർ മെച്യൂർഡ് ഇനഫ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താ, എന്നും നമ്മൾ പറയുന്ന ഇഷ്യൂസ് എന്താ, ഇതുപോലത്തെ സെൻസിറ്റീവ് അല്ലെങ്കിൽ സെൻസേഷണൽ ആയിട്ടുള്ള ഇഷ്യൂസിൽ എന്നും വന്നിട്ട് നിങ്ങൾ പ്രതികൾക്കെതിരെ പറയും. പ്രതികൾക്കെതിരെ പറഞ്ഞ് അതെല്ലാം സെൻസേഷണലൈസ് ചെയ്തു. ഞാൻ വേണുവിനെ കുറിച്ചല്ല പറയുന്നത്, പൊതുവെയുള്ളൊരു മീഡിയയിലെ ഇഷ്യൂ. അന്ന് നമ്മൾ വന്നിട്ട് എപ്പോഴും പറയാറുണ്ട്, അന്ന് ഈ അഭിഭാഷകർ അടക്കം ഫേസ് ചെയ്യുന്ന ഇഷ്യൂസാണ് ഈ നിങ്ങളിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ഒരു കോൺകോർട്ടഡ് വേർഷൻ എന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ അത് ജഡ്ജസിന് അഗൻസ്റ്റ് ആയി. നാളെ കോടതി ചെയ്യേണ്ടത്, കോടതി കറക്റ്റായിട്ട് ഈ ഇഷ്യൂ ഫോക്കസ് ചെയ്തിട്ട് ജിഷ്ണുയുടെ കേസോ അല്ലെങ്കിൽ മറ്റേ കൃഷ്ണദാസിൻ്റെ കേസോ അല്ല കൺസിഡർ ചെയ്യേണ്ടത്, ഇൻസ്റ്റിറ്റ്യൂഷനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നുള്ളതാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ മീഡിയ ട്രയൽ നടത്തുന്നത് നിർത്തുകയാണ് ആദ്യം ഹൈക്കോടതി ചെയ്യേണ്ടത്. ഫസ്റ്റ് ഹൈക്കോടതി അതിലുള്ള ആർജവം കാണിക്കണം. അല്ലാതെ ഈ എന്നെ പോലെ അടക്കമുള്ള പൊട്ട പൊതുപ്രവർത്തകർ, ഞാൻ അടക്കമാണ് ഞാൻ പറയണത്, പൊതുപ്രവർത്തകർ, നിയമം അറിയില്ലാത്ത പൊതുപ്രവർത്തകർ, നിയമം ബിരുദം ഉണ്ടാവുമായിരിക്കും, അവർ വന്നിരുന്ന് പറയണ കേൾക്കണ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാക്കാനുള്ള സാഹചര്യം അറ്റ്ലീസ്റ്റ് ഇന്നെങ്കിലും അല്ലെങ്കിൽ നാളെയെങ്കിലും ഹൈക്കോടതി ഒഴിവാക്കുകയാണ് വേണ്ടതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതാണ് നാളെ ഹൈക്കോടതി ചെയ്യുന്നത്. അല്ല അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, താല്പര്യ സംഘടനം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അവനവനാണ് പല ഘട്ടങ്ങളിലും പരിശോധിക്കുക. അതിൻ്റെ ഭാഗമായി ന്യായാധിപന്മാർ പിന്മാറാറുമുണ്ട്. അതൊക്കെ താങ്കൾ ഈ പറയുന്നത് പോലെ ഹൈക്കോടതിയെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിലയിൽ വെല്ലുവിളി നേരിടുന്നുണ്ടോ, മാധ്യമ വിചാരണ നേരിടുന്നുണ്ടോ, ഇതിലൊക്കെ എത്രമാത്രം വിശ്വാസ്യതയുണ്ട്, ആർക്കെങ്കിലും സംശയം നഷ്ടപ്പെട്ടോ, ഇതൊന്നിൻ്റെയും അടിസ്ഥാനത്തിലല്ല, ഉയർന്ന നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവനവൻ തന്നെ പിന്മാറുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ആ രീതിയുടെ ആ വൃത്തത്തിനകത്ത് ഈ വിമർശനം വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ സംശയം വരുന്നുണ്ടോ എന്നതാണ് നമ്മുടെ ചോദ്യം. ഈ എന്താ പറയുക, ഈ ഒരു ജഡ്ജി ഒരു ഓർഡർ പാസ്സാക്കിയതിൻ്റെ പുറത്ത് ഈ കോലം കത്തിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു പ്രതിനിധിയാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. അതേപോലെയുള്ള ആൾക്കാർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അത് സ്റ്റേ ചെയ്തപ്പോൾ എന്താ പറഞ്ഞത്, ആ കോടതി പഴയ UDF പ്രവർത്തകരാണ്, അതുകൊണ്ടാണ് സ്റ്റേ ചെയ്തതെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലത്തെ എല്ലാ ദിവസവും പല വ്യാഖ്യാനങ്ങൾ വരുമ്പോൾ, ഇദ്ദേഹത്തിൻ്റെ ഒരു നേതാവ് KC ജോസഫ് അന്ന് മന്ത്രിയായിരുന്നപ്പോൾ കണ്ടംപ്റ്റ് ഫേസ് ചെയ്തിട്ട് അവസാനം അപ്പോളജി പറഞ്ഞിട്ടല്ലേ പോയത്. ഞാൻ പറയുന്നത് ഇതേപോലത്തെ ഇഷ്യൂസ് ഡേ ഇൻ ഡേ ഔട്ട് നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഫേസ് ചെയ്യാനുള്ള സാഹചര്യം എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഇപ്പോൾ ഇവർ എത്രയും നാളുണ്ടായിരുന്നില്ലാത്ത ഒരു സാധനം പെട്ടെന്ന് കയറി ഒരു കംപ്ലയിൻറ്റ് വന്നു. 27th അവരുടെ ബെയിൽ ആപ്ലിക്കേഷൻ്റെ ഒരു അപ്പീൽ സുപ്രീം കോടതിയിൽ കൺസിഡർ ചെയ്യാനിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വിത്ത് മലീഷ്യസ് പേഴ്സണൽ അലിഗേഷൻസ് ലെവൽ ചെയ്തിരിക്കുന്നത് അതേപോലത്തെ ലിറ്റിഗേഷൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഭരിക്കുന്ന ഗവൺമെൻറ്, ഏത് പാർട്ടിയാണോ ഇന്ന് ഭരിക്കുന്നത്, ആ പാർട്ടിയുടെ അത്രയും ലിറ്റിഗേഷൻ നടത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനം നമ്മുടെ കേരളത്തിലുണ്ടാവില്ല. അവർക്ക് ഈ ലിറ്റിഗേഷൻ എങ്ങനെ നടത്താമെന്നുള്ളത് ഇപ്പോൾ VV രാജേഷിന് ചിലപ്പോൾ അത്രയും പറയാൻ പറ്റില്ലായിരിക്കും. റഹീമിന് ചിലപ്പോൾ ഏറ്റവും നന്നായിട്ട് എങ്ങനെ ലിറ്റിഗേഷൻ നടത്തുന്നുള്ളത് പറയാൻ പറ്റില്ല. അവരുടെ സ്ട്രാറ്റജിയുടെ ഭാഗമാണിത്. അതുകൊണ്ട് തന്നെ മറ്റു പൊതുപ്രവർത്തകർ ഈ ട്രാപ്പിൻ്റെ ഉള്ളിലേക്കോ മീഡിയയോ ഈ ട്രാപ്പിൻ്റെ ഉള്ളിലേക്കോ വീഴരുത്.
പിന്നെ ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ പേഴ്സണൽ അലിഗേഷൻസ് പറയുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചോദിക്കുന്നില്ലല്ലോ. രണ്ടാമത്തെ വേറൊരു കാര്യം കൊണ്ടുണ്ട്. ഈ 438 ആപ്ലിക്കേഷൻ പെൻഡിങ് ആയിട്ടിരിക്കുമ്പോഴാണ് നോട്ടീസ് കൊടുത്തിട്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അന്ന് പോലീസിന്റെ എക്സസ്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യണ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പോലീസിന്റെ അതിലേക്ക് വരാം അടുത്ത ഘട്ടത്തിൽ വരാം. എനിക്ക് വി രാജേഷിനെ ചർച്ചയിൽ നിന്ന് പിരിയേണ്ടതുണ്ട്. ഞാൻ വരാം വി രാജേഷിനെ ചർച്ചയിൽ നിന്ന് പിരിയേണ്ടതുണ്ട്. അതുകൊണ്ട് ആദ്യം വി രാജേഷ് ഇവിടെ ശരി, ഇവിടെ അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ, ഇത് മാധ്യമ വിചാരണയിലേക്ക് നയിക്കുന്ന സാഹചര്യം ഒഴിവാക്കപ്പെടണം. മഹിജയ്ക്ക് പ്രത്യേകമായ താല്പര്യമുണ്ട്. ഇങ്ങനെയാണോ ഈ വിഷയത്തെ കാണേണ്ടത്? രഞ്ജിത്ത്, താങ്കളോട് ബഹുമാനം വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, സുപ്രീം കോടതി ഭാഷ എല്ലാ ബഹുമാനം വെച്ചുകൊണ്ട് പറയുന്നു, ഇത്രത്തോളം താങ്കൾ അഗ്രസീവ് ആകണമോ എന്ന് എനിക്ക് സംശയമുണ്ട്. മാത്രമല്ല, ഈ രീതിയിലായിരുന്നില്ല ഈ വിഷയത്തെ സമീപിക്കേണ്ടി വന്നത്. താങ്കൾ ഒരു